ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ പൂരത്തിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. അമ്പലത്തിൽ പോകണ വഴിക്കതേ ആനേനൊക്കെ കണ്ടു. ശബ്ദം ചെറുതായിട്ട് പണി മുടക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അറിയുന്നുണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മൾ പൂരത്തിന് അതായത് അമ്പലത്തേക്ക് വന്നിട്ടുണ്ട്, അമ്പലത്തിൽ തൊഴാനായിട്ട് കേട്ടോ. ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. നിങ്ങൾക്കറിയാലോ, തിരക്കൊന്നും അൺസൈക്കബിൾ, എന്താ പറയുക, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തൊഴുതിറങ്ങിയിട്ട് ഇതേ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കണ ആനേനൊക്കെ ഞാൻ പുറത്ത് വന്നിട്ട് വീഡിയോസൊക്കെ എടുത്തുട്ടോ. പിന്നെ നമ്മൾ നേരെ പോണത് ഏട്ടൻ്റെ ക്ലബ്ബിലേക്കാണ്. കാരണം ഇവർക്ക് ആന വരുന്നുണ്ട്. അപ്പോൾ ആനേനെ സ്വീകരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ പോകുമ്പോൾ ഞാനും വലിഞ്ഞേറിയിരുന്നിട്ടുണ്ട്. സോ ഇതാണ് കേട്ടോ അവരുടെ ടീം, കിഴക്കൻസ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ പൂരം നിങ്ങൾക്ക് അറിയാതെ ചാലശ്ശേരി അമ്പലത്തിലത്തെ പൂരമാണ്. 3 ജില്ലകൾക്കും കൂടിയിട്ടുള്ള ഒരൊറ്റ പൂരല്ലേ, ഇതാണ് കേട്ടോ നമ്മുടെയും പൂരം. അപ്പോൾ ഇവർ ആന വന്നിട്ട് പുതുപ്പള്ളി കേശവനാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആനേനെ ഇത്രയും അധികം സ്വീകരിച്ചിട്ട് കൊണ്ടുവന്ന് കണ്ടത്. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അവർ നല്ല രീതിക്ക് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ നാട്ടിലും പൂരം നടക്കാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ ആനേനെ സ്വീകരിക്കണം ഞാൻ ആദ്യമായിട്ട് കാണട്ടോ. അത്ര അടിപൊളിയായിട്ടായിരുന്നു ആനേനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ ടീമിൻ്റെ കുറേ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഞാൻ വെയിൽ കൊണ്ട് ചാവാനായിട്ടാണ്. എനിക്ക് ഒന്നാമത് ഇത്ര ക്ഷീണമാവാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഒന്നാമത് 2-3 ദിവസത്തോളം ആയിട്ടുണ്ടായിരുന്നു. പൂരത്തിൻ്റെ അന്നും കൂടിയും കൂട്ടിയിട്ട് ഞാൻ ഉറങ്ങിയിട്ട്, സത്യം പറയുകയാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ ആയിരുന്നു കേട്ടോ ഇത്രയും ദിവസങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വർഷത്തിൽ ഒരിക്കലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടിക്കാൻ ഒടുക്കത്തെ തുറണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നത്. പക്ഷെ കണ്ടതും വന്നതും ഒരിക്കലും നഷ്ടമായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു വ്യൂ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബബിൾസും ഈ ആനയുടെ ഇതും കൂടിയിട്ട് എന്താ അറിയില്ല, നല്ല രസമുണ്ട്. പിന്നെ എൻ്റെ ഫോൺ ഇത്തിരി കൂടി ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ എന്താ പറയുക, മെല്ലെ ഫോണും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണതാണ്. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ ആന വന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ തുമ്പിക്കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാകണം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്ക് ഈ ആനയുള്ള പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ കാര്യം തൃശ്ശൂർക്കാരിയാണ്, കുന്നോളംകാരിയാണ്, പൂരങ്ങളെ നാട്ടിൽ നിന്ന് വന്ന ആളാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. എന്താണ് ആകെ കൂടി എനിക്കറിയാം തെച്ചിക്കോട്ടെ ഒരു അമന്തിനെ, അതിന് കണ്ടാലൊന്നും അറിയും. പിന്നെ ഇതിൻ്റെ പേര് പുതുപ്പള്ളി കേശവൻ എന്ന് പറയാൻ കാരണം ഏട്ടൻ അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ വന്നായിരിക്കും. ടാറ്റാ ബൈ, സീ യു.